ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഗുരുദേവൻ്റെ കാലത്ത് ഭാരതത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നല്ലോ. ആ കാലത്ത് നമ്മുടെ നാട്ടിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനായി യൂറോപ്യന്മാരായ പല പാതിരിമാരും വന്നിരുന്നു. അവരിൽ ചിലർക്ക് ഗുരുദേവനെ ക്രിസ്തുമതത്തിൽ ക്രിസ്തീയ ആശയം പഠിപ്പിച്ച് മതപരിവർത്തനം ചെയ്യിക്കണം എന്നും അങ്ങനെ ഗുരു ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഈ നാട്ടിൽ ക്രിസ്തുമതത്തിന് നല്ല പ്രചാരം സിദ്ധിക്കുമെന്നും തോന്നി. അങ്ങനെയുള്ള വിചാരവുമായി ചില പാതിരിമാർ ശിവഗിരി മഠത്തിൽ പല പ്രാവശ്യം വരികയുണ്ടായി. അങ്ങനെ ഒരിക്കൽ വന്ന പാതിരിമാരും ഗുരുദേവനും തമ്മിൽ നടന്ന സംഭാഷണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഗുരുദേവനെ ക്രിസ്തുമതം പഠിപ്പിക്കാൻ വന്നവരിൽ ഒരു പാതിരി ഗുരുദേവനോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ പലതവണയായി ഇവിടെ വരുന്നു. സ്വാമി ക്രൈസ്തവ പുസ്തകങ്ങൾ വായിക്കണമെന്നും ക്രിസ്തുമതത്തിൽ സ്വാമിയെ ക്രിസ്തുമത തത്വങ്ങൾ സ്വാമിയെ മനസ്സിലാക്കിക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പഠിപ്പിച്ചു തരാൻ ആരുമില്ലല്ലോ, നിങ്ങൾ വരുമെങ്കിൽ കൊള്ളാം. പാതിരി, ഞങ്ങൾ പലപ്പോഴായി വന്ന് പറഞ്ഞു തരാം ഗുരുദേവൻ, എന്നാൽ വളരെ നല്ലത്, നിങ്ങൾ തീർച്ചയായും വരണം, നാം പഠിക്കാം. പാതിരി, ഞങ്ങളോട് വരണ്ട എന്ന് പറഞ്ഞ് അടിച്ചു പുറത്താക്കിയാലും ഞങ്ങൾ പോവുകയില്ല, ഞങ്ങൾ പ്രസംഗിക്കുക തന്നെ ചെയ്യും. സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അടിച്ചു പുറത്താക്കുകയില്ല, നിങ്ങൾ ഞങ്ങളോട് ചേർന്നില്ലെങ്കിൽ അടിച്ചകത്താക്കുകയേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും വരാതിരിക്കരുത്, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വരണം. പാതിരി, എൻ്റെ മോട്ടോർ കാറ് ഇപ്പോഴില്ല, അതുകൊണ്ട് പ്രയാസമുണ്ട്. ഗുരു, എന്താണ് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നത്? പാതിരി, യേശുക്രിസ്തു മനുഷ്യരുടെ പാപമോചനത്തിനായി ജനിച്ചു എന്ന് വിശ്വസിക്കണം. ഗുരു, അപ്പോൾ യേശു ജനിച്ചതുകൊണ്ട് ജനങ്ങളുടെ പാപമെല്ലാം പോയി കാണുമല്ലോ, അതുകൊണ്ട് എല്ലാവരുടെയും പാപമോചനം അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. പാതിരി, അതെ. ഗുരു, ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ക്രിസ്ത്യാനിയായാലും അല്ലെങ്കിലും മോക്ഷം കിട്ടിക്കഴിഞ്ഞു. പാതിരി, അങ്ങനെയല്ല, ക്രിസ്തുവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം ചെയ്യാത്തവരുടെ പാപം നീങ്ങിയിട്ടില്ല. ഗുരു, അപ്പോൾ നിങ്ങൾ പറയുന്നത് ക്രിസ്തു ജനിച്ചതുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രം മോക്ഷം കിട്ടിയെന്നാണോ? പാതിരി, അങ്ങനെയല്ല, ക്രിസ്തു ജനിച്ചതുകൊണ്ട് എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടു, അത് മൂലതത്വമാണ്. ഗുരു, ബാക്കി ഒരുത്തനുമില്ലേ? പാതിരി, ഇല്ല. എന്നാൽ എല്ലാവരും പണ്ടേ രക്ഷപ്പെട്ടല്ലോ, ഇനി വിശ്വസിച്ചിട്ട് വേണ്ടല്ലോ രക്ഷപ്പെടാൻ. പാതിരി, അങ്ങനെയല്ല, വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ. ഗുരു, എന്നാൽ യേശുവിൻ്റെ ജനനം കൊണ്ട് ഇപ്പോൾ വിശ്വസിക്കാനുള്ളവർ ഒഴികെ ഉണ്ടായിട്ടുള്ളവരാണ് രക്ഷപ്പെട്ടത്, എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല. പാതിരി, യേശുവിൻ്റെ ജനനം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. വീണ്ടും സാവധാനത്തിൽ ഗുരുദേവൻ പാതിരിയുടെ സംഭാഷണത്തിലുള്ള വൈരുദ്ധ്യം വ്യക്തമാക്കി കൊടുത്തു. പക്ഷേ അതൊന്നും പാതിരി മനസ്സിലാക്കിയില്ല. അപ്പോൾ അടുത്തു നിന്നവരോട് ഗുരുദേവൻ പറഞ്ഞു, കണ്ടോ, നല്ല വിശ്വാസം, ഇങ്ങനെയുള്ള വിശ്വാസം വേണം. ഇത്തരം വിശ്വാസികൾ നമ്മുടെ ഇടയിലില്ല, നല്ല വിശ്വാസികൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു, പാവങ്ങൾ.